CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസിന്റെ അറസ്റ്റ് റിപ്പോർട്ട്. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ 279ാമത് തിരുനാൾ മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ നടപ്പിലാക്കണമെന്ന് VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. KPSTA ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ആസ്ഥാനമായ KPSTA ഭവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഏപ്രിൽ 8 മുതൽ 12 വരെ നടക്കുന്ന വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് സമൂഹ ചിത്രരചന നടന്നു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് തയ്യാറാക്കിയ 70 മീറ്റർ നീളമുള്ള ക്യാൻവാസിൽ കുട്ടികൾ ഉൾപ്പെടെ ആബാലവൃദ്ധം ജനങ്ങൾ സൃഷ്ടികളും കയ്യൊപ്പും ചാർത്തി. മണ്ണെണ്ണ ശരീരത്തിലൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന പെരുമ്പിലാവ് സ്വദേശിയായ യുവാവ് മരിച്ചു. ഈ ചരത്ത് മണ്ണമ്പറമ്പിൽ 38 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. ഡിസംബർ 30-നാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് യുവാവ് മണ്ണെണ്ണ ശരീരത്തിലൊഴിച്ച് തീ കൊളുത്തിയത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടിയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിലും ചാലിശ്ശേരിയിലെ വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിന്ന മഹാരുദ്രയജ്ഞം സമാപിച്ചു. ശൈവമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ പരിപാവനമായ വസോർധാരയോടെയാണ് യജ്ഞം സമാപിച്ചത്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച അഭിനയ പരിശീലന പരിപാടിയായ ഭാവരസയുടെ 3ാം ഭാഗം ജനുവരി 15-ന് കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടത്തും. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ കലവറ നിറയ്ക്കാൻ പുന്നയൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നും പച്ചക്കറി വണ്ടി തൃശൂരിലേക്ക് പുറപ്പെട്ടു. വിദ്യാർത്ഥികളിൽ നിന്ന് സമാഹരിച്ച 1000 കിലോയിലധികം വരുന്ന പച്ചക്കറി സാധനങ്ങളുമായാണ് വണ്ടി പുറപ്പെട്ടത്. മരത്തംകോട് മേരിമാതാ ദേവാലയത്തിൽ പരിശുദ്ധ മേരിമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുകൂടി തുടക്കമായി. ഞായറാഴ്ച നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യകാർമ്മികനായി. കേരള കർഷക സംഘം കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നടന്നു. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ജനുവരി 17, 18 തീയതികളിലാണ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റും വ്യാപാരികളുടെ സമുന്നത നേതാവുമായിരുന്ന CM ജോർജിനെ അനുസ്മരിച്ചു. CITU വേലൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കൺവെൻഷൻ വേലൂർ ഗ്രാമകം അക്കാദമി ഹാളിൽ നടന്നു. CITU വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ബസന്തലാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി പേരന്റ്സ് പലൂസ എന്ന പേരിൽ കലാകായിക മത്സരങ്ങൾ നടത്തി. ഐരൂർ സുബ്രഹ്മണ്യൻ രചിച്ച മടിയാളി എന്ന 81 മിനി കഥകളുടെ സമാഹാരം എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിനേത്രി അശ്വതി സുധിക്ക് ആദ്യ കോപ്പി നൽകി പ്രകാശനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.